ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റിനെ ഉയർത്താൻ ബുൾസും താഴേക്ക് വലിച്ചിടാൻ ബിയേഴ്സും തമ്മിൽ ശക്തമായിട്ട് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ 25,000-നും 25,200-നും ഇടയിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് അത് തകർക്കാൻ കഴിയാതെ നിഫ്റ്റി ഇന്ന് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നൽകിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. ത്രൂ ഔട്ട് ദ ഡേ ഒരു ബോറിംഗ് മാർക്കറ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 25,196 എന്നുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെയാണ് നിഫ്റ്റി തുടങ്ങിയതെങ്കിലും ആ ഒരു 25,200 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവലിനോട് അടുത്ത് അതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും പിന്നീട് താഴോട്ടേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ഘട്ടത്തിൽ 25,055 എന്ന ലെവലിൽ വരെ നിഫ്റ്റി പോയതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ലെവല് 25,100 എന്നുള്ള ലെവല്, ആ ഒരു ലെവലിൽ നിഫ്റ്റിക്ക് അല്ലെങ്കിൽ 25,000-ന് മുകളിൽ നിഫ്റ്റിക്ക് നിൽക്കാൻ കഴിയുമോ എന്ന ഒരു സംശയം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്നാൽ മൊത്തത്തിലുള്ള മാർക്കറ്റിൻ്റെ ആ ഒരു ബുള്ളിഷ്നെസ്സിൽ വലിയ കുറവ് വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 53% സ്റ്റോക്കുകളും അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 42% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ സെക്ടോറൽ ഇൻഡെക്സുകളിൽ IT ഇൻഡെക്സും ഡിഫൻസ് ഇൻഡെക്സും മാത്രമാണ് കാര്യമായ ഒരു മുന്നേറ്റം നടത്തിയത്. 1% കൂടുതലുള്ള ഒരു ഇൻഡെക്സ് ഗെയിൻ നേടിയത് ഈ രണ്ട് ഇൻഡെക്സുകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വലിയ സംഭവബഹുലമല്ലാത്ത ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാര്യമായിട്ട് സംസാരിക്കുന്നത് അനിൽ അംബാനി സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ്. അപ്പം നമുക്കറിയാം, അനിൽ അംബാനി അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ നിന്ന് 1983 MBA ബിരുദം നേടി നാട്ടിലേക്ക് വരുമ്പോൾ ധീരുഭായ് അംബാനി കിടപ്പിലായിരുന്നു. ആ സമയത്താണ് റിലയൻസ് കമ്പനിയെ അനിൽ അംബാനി ഏറ്റെടുക്കുന്നത്. ധീരുഭായ് അംബാനിയുടെ മരണത്തിന് ശേഷം മുകേഷ് അംബാനിയും അനിൽ അംബാനിയും അവരുടെ ആ ഒരു ബിസിനസ് സാമ്രാജ്യം രണ്ടായിട്ട് പകുത്തെടുക്കുകയുണ്ടായത്. അവിടെ എന്റർടൈൻമെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ, പവർ, ടെലികോം, ഫൈനാൻഷ്യൽ സർവീസസ് പോലെയുള്ള സെഗ്മെന്റ് ആണ് അനിൽ അംബാനി അന്ന് സ്വന്തമാക്കിയത്. അപ്പൊ അനിൽ അംബാനിയുടെ റിലയൻസ് പവറിന്റെ ഒരു IPO, അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ലാർജസ്റ്റ് IPO ആയിരുന്നു അത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും അനിൽ അംബാനി ലോകത്തിലെ 6ാമത്തെ റിച്ചസ്റ്റ് മാനായിട്ട് ഫോബ്സിന്റെ ആ ഒരു ബില്യണേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 2008 അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് $42 ബില്യൺ ആയിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് സാമ്പത്തികമായ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട്, വലിയ തരത്തിലുള്ള തിരിച്ചടികളൊക്കെ നേരിട്ടുകൊണ്ട് ഒരു ഘട്ടത്തിൽ പാപ്പരായ അവസ്ഥയിലേക്ക് എത്തിയ ഒരു അനിൽ അംബാനിയാണ്. വളരെ പരിതാപകരമെന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സെബി 5 വർഷത്തേക്ക് അനിൽ അംബാനിയെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ബാൻ ചെയ്യുകയുണ്ടായി. അപ്പം അത്രമാത്രം തകർച്ചയിലേക്ക് പോയ ഒരു ബിസിനസ് സാമ്രാജ്യമായിരുന്നു അനിൽ അംബാനിയുടേത്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് അനിൽ അംബാനി കമ്പനികളിൽ ഒരു തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അനിൽ അംബാനിയുടെ മക്കളായിട്ടുള്ള ജയ് അൻമോൽ അംബാനി അതുപോലെ ജയ് അൻഷുൽ അംബാനി എന്നിവരാണ് ഈ തിരിച്ചുവരവിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവരെ കമ്പനിയിലെ ഘടനയിൽ തന്നെ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ 2030 എല്ലാ കുരുക്കുകളിൽ നിന്നും ഈ കമ്പനി രക്ഷപ്പെടുമെന്നാണ്, ആ രീതിയിലുള്ള ഒരു പദ്ധതികളാണ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം പ്രകടമായിട്ട് കാണുന്നത് 2 കമ്പനികളിലാണ്. ഒന്ന് റിലയൻസ് പവറിലാണ്. നമുക്കറിയാം, റിലയൻസ് പവർ എന്ന് പറയുന്നത് അതിൻ്റെ ഓൾ ടൈം ലോ പ്രൈസ് എന്ന് പറഞ്ഞ ₹1, ഹയസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് 375 രൂപയാണ്. അപ്പോൾ 2008 ഈ റിലയൻസ് പവറിൻ്റെ പ്രൈസ് 375 രൂപയായിരുന്നു. അവിടെ നിന്നാണ് തകർന്ന് തരിപ്പണമായിക്കൊണ്ട് ₹1 റിലയൻസ് പവറിൻ്റെ ഷെയർ പ്രൈസ് വന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് അതിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 70-71 രൂപ റേഞ്ചിലാണ്. അപ്പോൾ ആ 2018 ആണ് ഇതിനു മുമ്പ് 70-71 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഈ റിലയൻസ് പവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് റിലയൻസ് പവർ തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം തന്നെ ഏകദേശം 172% ഒരു റിട്ടേൺ ആണ് ഇത് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. കൂടാതെ നമുക്കിപ്പോൾ കാണാൻ കഴിയും ഇതിൻ്റെ വോളിയം വലിയ തോതിൽ വർദ്ധിച്ചതായിട്ട് കാണാം. വീക്കിലി ആവറേജ് വോളിയം നമുക്ക് കാണുന്നത് ഏകദേശം 213 മില്യൺ വോളിയം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഒരു വർഷത്തെ ആവറേജ് വോളിയം 56 മില്യൺ മാത്രമാണ്. അപ്പോൾ ആ വലിയ തോതിലുള്ള വോളിയം ഇൻക്രീസ് ഈ സ്റ്റോക്കിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇത്തരത്തിലുള്ള ഒരു ബുള്ളിഷ്നെസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഫൈനാൻഷ്യലായിട്ട് വന്നിട്ടുള്ള ചില ടേൺ അറൗണ്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് നമ്മൾ FY25 കാണുന്നത് 2,947 കോടിയുടെ ഒരു ലാഭമാണ്. എന്നാൽ 2024 നമ്മൾ കാണുന്നത് 2,068 കോടിയുടെ നഷ്ടമാണ്. അപ്പോൾ 2,068 കോടിയുടെ നഷ്ടത്തിൽ നിന്നും 2,947 കോടിയുടെ ലാഭത്തിലേക്ക് ഈ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലാഭത്തിന് ഇവർ പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 4,000 കോടിയുടെ ഒരു അതർ ഇൻകം ആണ്. അപ്പോൾ ഈ ഇൻകം വന്നിട്ടുള്ളത് മധ്യപ്രദേശിലുള്ള ഇവരുടെ സസാൻ അൾട്രാ മെഗാ പവർ പ്രോജക്റ്റ്,
അതൊരു ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസത്തിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അവിടെ ഇവർ നേടിയിട്ടുള്ള കാർബൺ ക്രെഡിറ്റുകൾ അത് ഏകദേശം 37.5 മില്യൺ കാർബൺ ക്രെഡിറ്റാണ്. അപ്പോൾ 10 വർഷം കൊണ്ട് നേടിയിട്ടുള്ള ഈ ഒരു കാർബൺ ക്രെഡിറ്റ് അത് മണി ടേംസിലേക്ക് മാറ്റുമ്പോൾ ഈ രീതിയിൽ 4000 കോടിയുടെ ഒരു ഇൻകം ഇവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വരാനുള്ള കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. കൂടാതെ തന്നെ കമ്പനിയുടെ കടം ഗണ്യമായിട്ട് കുറഞ്ഞതായിട്ട് കാണാം. 2016 33,790 കോടിയുടെ ബോറോയിങ്സ് ഉണ്ടായിരുന്ന കമ്പനിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് 15,153 കോടിയുടെ ഒരു ബോറോയിങ്സ് ആണ്. അത് ഏകദേശം പകുതിയായിട്ട് കടം കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമ്മൾ കാണുന്നത് 0.93 എന്ന ലെവലിലാണ്. അപ്പോൾ ഇതൊരു ആ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് പിയർ കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു ഡെറ്റ് ടു ഇക്വിറ്റി വളരെ റീസണബിൾ ആണെന്ന് കാണാൻ കഴിയും. കാരണം ടാറ്റ പവറിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി 1.75% ആണ്. അതുപോലെ NTPCയുടെ ഡെറ്റ് ഈക്വിറ്റി എന്ന് പറയുന്നത് 1.36 ആണ്. അപ്പോൾ പൊതുവെ ഈ പവർ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളുടെ ഡെറ്റ് ഈക്വിറ്റി റേഷ്യോ വളരെ ഹൈ ആണ്. വലിയ തോതിലുള്ള കടമെടുത്തുകൊണ്ടുള്ള ഒരു ബിസിനസ്സാണ്, വലിയ തോതിലുള്ള ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റിലാണ് എല്ലാ കമ്പനികളും ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മീഡിയം ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ തന്നെ 0.79 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. അപ്പോൾ അതിനോട് അടുത്ത് തന്നെയാണ് റിലയൻസ് പവറിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. അതുകൊണ്ട് തന്നെ കടം ഇപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചത് പ്രശ്നമല്ല നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ ക്യാഷ് ഫ്ലോ നല്ല തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 1938 കോടിയുടെ ഒരു ക്യാഷ് ഫ്ലോ കഴിഞ്ഞ FY25 ഓപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇവരുടെ ഫ്യൂച്ചർ പ്രൊജക്റ്റുകൾക്ക് ഒരു ലിക്വിഡിറ്റി പ്രദാനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതുകൂടാതെ റിന്യൂവബിൾ എനർജി മേഖലയിലുള്ള ഇവരുടെ എക്സ്പാൻഷൻ ഇവർക്ക് നല്ല തോതിൽ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 350 മെഗാവാട്ട് സോളാർ പ്ലാന്റിൻ്റെ ഒരു ഓർഡറും അതുപോലെ 175 മെഗാവാട്ട് ബാറ്ററി സ്റ്റോറേജിൻ്റെ ഒരു പ്രൊജക്റ്റും ഇവർ SJVN എന്ന് പറയുന്ന PSU കമ്പനിയിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 930 മെഗാവാട്ടിൻ്റെ സോളാർ സ്റ്റോറേജ് കോൺട്രാക്റ്റ് ഇവർ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ റിന്യൂവബിൾ എനർജി എക്സ്പാൻഷന് കാരണമായിട്ടുണ്ട്. കൂടാതെ ഇൻ്റർനാഷണൽ ആയിട്ട് ഇവർ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. 500 മെഗാവാട്ട് സോളാറിൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഇവർ ഭൂട്ടാൻ ഗവൺമെൻറ്റുമായിട്ട് ഏകദേശം 2000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയായിട്ടും കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ നമ്മൾ നോക്കുമ്പോൾ ബുള്ളിഷ് ആണെന്ന് കാണാൻ കഴിയും. കാരണം 50-ഡേ മൂവിങ് ആവറേജ് ആയാലും 200-ഡേ മൂവിങ് ആവറേജും ആയാലും അതിൻ്റെയൊക്കെ മുകളിലാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മാർച്ചിൽ അവരുടെ ഹോൾഡിംഗ് 13.21% FIIസിൻ്റേത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ DIAസിൻ്റേത് 3.29% നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ അവരുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ പോലും ഇവിടെ ചില റിസ്ക് ഈ ഫാക്ടറുകൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരുള്ള ആ ഒരു പവർ സെക്ടർ, ആ ഒരു മേഖല, അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഡിലേ ആവുകയാണെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ ഗവൺമെൻറ് റെഗുലേഷൻ്റെ ഭാഗമായിട്ടാകാം, അതല്ലെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലൈയുടെ ഭാഗമായിട്ടാകും. അത്തരത്തിലുണ്ടാകുന്ന ഡിലേ അത് തീർച്ചയായിട്ടും കമ്പനിയുടെ കോസ്റ്റ് വർദ്ധിക്കുകയും അത് പ്രോഫിറ്റബിലിറ്റി മാർജിനെയൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ ഇവർ വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ അദാനി ഗ്രീൻ അതുപോലെ NTPC പോലെയുള്ള കമ്പനികളിൽ നിന്ന് നേരിടുന്നുണ്ട്. കാരണം ഇവരെക്കാളും വലിയ ടാർഗറ്റ് 2032 വരെ നേടാൻ പറ്റിയിട്ടുള്ള ടാർഗറ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ്. എങ്കിൽ പോലും ഷോർട്ട് ടേമിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ ഒരു ടാർഗറ്റ് 82.94 എന്ന ലെവലിലേക്കാണ് ബ്രോക്കറേജ് ഹൗസുകളൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 2030 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രൈസ് അതിൻ്റെ പ്രതാപകാലത്തെ പ്രൈസായിട്ടുള്ള 500 എന്നുള്ള ലെവലിലേക്ക് തിരിച്ചു വരുമെന്നാണ് പൊതുവെ കണക്കൂട്ടപ്പെടുന്നത്. ഇൻ കേസ് ഇവർ അവരുടെ ഇപ്പോഴത്തെ കടം കുറച്ചു കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് തുടരാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ കടം വർദ്ധിക്കുകയും അതേപോലെ ഇവരുടെ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ഡിലേ ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും ഒരു ബിയർ ടെറിട്ടറിയിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അത്തരം ഘട്ടങ്ങളിൽ ഒരു സപ്പോർട്ട് നമ്മൾ കാണുന്നത് 58 എന്ന ലെവലാണ്. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റോക്ക് ഓവർബോട്ട് സോണിലാണുള്ളത്. RSI നമ്മൾ കാണുന്നത് 82 എന്ന ലെവലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ RSI കൂൾ ഡൗൺ ചെയ്തുകൊണ്ട് 50-60 എന്ന ലെവലിലേക്ക് വരുമ്പോൾ എൻട്രി ചെയ്യുന്നതായിരിക്കും ശരിയായ ഒരു എൻട്രി നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതേപോലെ തന്നെ റിലയൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ലോ പ്രൈസ് എന്ന് പറയുന്നത് 8.65 എന്ന പ്രൈസാണ്. ഇതിൻ്റെ ഹൈ പ്രൈസ് 2641 ആണ്. ഇപ്പോൾ 2641 എന്ന ലെവല് 2008 ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ നമ്മൾ 405-408 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ കാണാൻ കഴിയുന്നത്. ഇത് 2018 ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൈസ് റേഞ്ചാണ്. ആ പ്രൈസ് റേഞ്ചിലേക്ക് ഇപ്പോൾ ഈ സ്റ്റോക്ക് തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ഒരു വർഷം 118% ഒരു
ഗെയിൻ ആണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത്. ഈ സ്റ്റോക്കിൻ്റെയും ആവറേജ് വോളിയം വർദ്ധിച്ചതായിട്ട് കാണാം. കഴിഞ്ഞ ഒരു വർഷത്തെ ഇവരുടെ ഒരു ആവറേജ് വോളിയം എന്ന് പറഞ്ഞാൽ 66 മില്യൺ ആണെങ്കിൽ അത് 100 മില്യൺ മുകളിലായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആവറേജ് വോളിയം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വോളിയം ഇൻക്രീസ് ഈ സ്റ്റോക്കിലും വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റോക്ക് ഡിഫൻസ് സെക്ടറിലേക്ക് അവരുടെ എക്സ്പാൻഷൻ പ്രോജക്റ്റുകൾ നീങ്ങുന്നത് കൊണ്ടാണ്. ഇപ്പോൾ 3000 കോടിയുടെ അമ്യൂണിഷൻ എക്സ്പോർട്ട് ഇവർ FY 2025 ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് യൂറോപ്യൻ യൂണിയനിലേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റിലേക്കുമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവരൊരു ജർമ്മൻ കമ്പനിയുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലാണുള്ളത്. അപ്പോൾ ഇവരുടെ രത്നഗിരി മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി അവർ ഏകദേശം 2 ലക്ഷത്തോളം ഇത്തരത്തിലുള്ള ഷെൽ പെർ ഇയർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു 2027 ടാർഗറ്റ് ഇവർ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് ഡിഫൻസ് എക്സ്പോർട്ടറായിട്ട് ഇവർ മാറാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഇവർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ, പ്രത്യേകിച്ച് പവർ ജനറേഷൻ, മെട്രോ റെയിൽ, അതുപോലെ റോഡുകൾ നിർമ്മിക്കുക പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിലും ഇവർ ഇടപെടുന്നുണ്ട്. ബോംബെ കോസ്റ്റൽ റോഡ് എക്സ്റ്റൻഷൻ ഇവർ ഈ രീതിയിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഈ കമ്പനിയിൽ നമുക്ക് കടം കുറച്ച് കൊണ്ടുവരുന്നതായിട്ട് കാണാം. 2016 30,550 കോടി ഉണ്ടായിരുന്ന ഇവരുടെ ബോറോയിങ്സ് ഇപ്പോൾ 6,361 കോടിയായിട്ട് ഗണ്യമായിട്ട് കുറഞ്ഞതായിട്ട് കാണാം 2025 ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.44 എന്നുള്ള വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം അദാനി പവർ, അതുപോലെ CESC പോലെയുള്ള മറ്റ് ഇവരുടെ പിയർ കമ്പനികളിൽ ഒന്നിന് മുകളിലുള്ള ഒരു ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാണുമ്പോൾ ഇത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ തന്നെ ധീരുഭായ് അംബാനി ഡിഫൻസ് സിറ്റി എന്ന് പറയുന്ന ഒരു മെഗാ പ്രൊജക്റ്റ്, അത് 5000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഈ സ്റ്റോക്കിനെ ലോങ് ടേം വ്യൂവിൽ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ ഷോർട്ട് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ടെക്നിക്കൽ ട്രെൻഡാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുക. അപ്പോൾ 2030 ആകുമ്പോഴത്തേക്കും അത് ഏകദേശം 850-900 റേഞ്ചിലേക്ക് ഇതിൻ്റെ പ്രൈസ് വരുമെന്നാണ് പൊതുവെ ബ്രോക്കറേജ് ഹൗസുകളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എങ്കിലും ഇപ്പോൾ റീസെൻ്റായിട്ട് നല്ല റാലി നടന്നതുകൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകളും നമ്മൾ കാണേണ്ടതുണ്ട്. എങ്കിലും ഈ സ്റ്റോക്കിലും ചില റിസ്ക് ഫാക്ടറുകളുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാ കാലത്തും കിട്ടുന്ന ഒരു സംഭവമല്ല. ഗവൺമെൻറ് ഓർഡറുകൾ ഒരു പ്രത്യേക ബഡ്ജറ്റ് കാലഘട്ടത്തിൽ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. എല്ലാ വർഷവും ആ രീതിയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഓർഡർ ബുക്ക് എപ്പോഴും ട്രാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കൂടാതെ ഇവർ ലാർസൻ ആൻഡ് ടൂബ്രോ, അതുപോലെ അദാനി ട്രാൻസ്മിഷൻ പോലെയുള്ള കമ്പനികളിൽ നിന്ന് ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. കൂടാതെ ഈ സ്റ്റോക്കിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് കാണുമെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ കുറവാണ്. 16.5% മാത്രമുള്ള ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഇതിൽ വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 9% 11% ആയിട്ട് FIIs അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ നേരിയൊരു ഹോൾഡിംഗ് മാത്രമേ ഇതിലുള്ളൂ. 1.34% ആണ്. അത് 1.36 ആയിട്ട് നേരിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് ആണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനുള്ളത്. ഈ സ്റ്റോക്കിൻ്റെയും RSI നമ്മളിപ്പോൾ കാണുന്നത് 79 എന്ന ലെവലാണ്. അത് തീർച്ചയായിട്ടും ഓവർ ബോട്ട് സോണിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. അതുകൊണ്ട് ഫ്രഷ് എൻട്രി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു കൂൾ ഡൗൺ ആയിട്ട് ഒരു 50-60 റേഞ്ചിലേക്ക് RSI വരുമ്പോൾ പരിഗണിക്കുന്നതായിരിക്കും കൂടുതൽ ഗുണകരമാവുക. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ 2 സ്റ്റോക്കുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതിൽ വലിയ വാല്യുവേഷൻ റിസ്ക് ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ സ്റ്റോക്കുകൾ ലോ PEയിലും അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം ഈ കമ്പനിയുടെ പാസ്റ്റ് ഹിസ്റ്ററിയാണ്. കാരണം ഇവരുടെ ഗവേണൻസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, മാനേജ്മെൻറ്റിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിപ്പോഴും ഈ സ്റ്റോക്കുകളെ ഹോണ്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു കോൺഫിഡൻസ് ഈ സ്റ്റോക്കിൽ വരണമെങ്കിൽ ഇനിയും സമയമെടുക്കും. അതാണ് നമ്മൾ ഈ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഈ 2 സ്റ്റോക്കുകളിലും അവരുടെ ഹോൾഡിംഗ് വളരെ കുറവാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഇനിയും ശക്തമായൊരു കോൺഫിഡൻസ് ഈ സ്റ്റോക്കിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേം വ്യൂ പോയിന്റിൽ മാത്രമേ ഈ സ്റ്റോക്കിൽ സമീപിക്കാൻ കഴിയുള്ളൂ. കാരണം ഷോർട്ട് ടേം വോളറ്റിലിറ്റിക്ക് വളരെയധികം സാധ്യത ഈ സ്റ്റോക്കുകളിലുണ്ടാവും. കാരണം ഇവരുടെ ബിസിനസ് തന്നെ ഹൈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അതിൻ്റെ റിട്ടേൺ കിട്ടാൻ വർഷങ്ങൾ എടുക്കുന്ന ബിസിനസ്സുകളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റിസ്ക് ഫാക്ടർ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റോക്കുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ഈ 2 സ്റ്റോക്കുകളെക്കുറിച്ചും മൊത്തത്തിലെ മാർക്കറ്റിനെ കുറിച്ചും പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.